പ്രേക്ഷകരെ ഏറ്റവും അപകടകരമായ വാർത്ത വന്നിരിക്കുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന് സംശയിക്കണം. അവിടെ പെട്ടെന്ന് പുഴയിൽ വെള്ളം ഉയരുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അവിടെ നിന്ന് ആളുകളെ മാറ്റുകയാണ് ഇപ്പോൾ. നമ്മുടെ പ്രതിനിധികൾ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെയുള്ള സ്ഥലമായിരുന്നു ഈ പറയുന്ന പ്രദേശം. അവരവിടെ സന്ദർശിക്കുന്ന വേളയിൽ തന്നെയാണ് ഈ പുഴയിലേക്ക് പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുന്നത്. ഈ കുറച്ച് മാറിയ ഭാഗത്ത് ഉരുൾപൊട്ടി എന്ന് വിശ്വസിക്കണം. വയനാട്ടിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത വരുന്നു. അല്പസമയത്തിന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന പ്രദേശത്തിന് ഈ മലവെള്ളം കുതിച്ചെത്തിയ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധികൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നമുക്കൊപ്പം പെട്ടെന്ന് ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീകാന്ത് ഈ ഭാഗത്താണ് നിന്നിരുന്നത്. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരും. മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ജനങ്ങളെ ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ്. വീണ്ടും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് വാർത്ത വരുന്നത്. ഈ ദുരന്തം 76 പേരുടെ ജീവൻ കവർന്നതിന് ശേഷം വീണ്ടും ഈ പുഴയിൽ വെള്ളം ഇരച്ചെത്തുന്നു, ഉരുൾപൊട്ടി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. നമുക്കൊപ്പം വീണ്ടും സുർജിത്ത് അയ്യപ്പതി ഈ പ്രദേശത്ത് നിന്ന് ചേരുന്നു. സുർജിത്ത്, ചൂരൽമലയിൽ തന്നെയാണോ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നതോ മുണ്ടക്കൈ പുഴയിലാണോ? ഇപ്പോൾ സുർജിത്തുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് ആളുകളെ മാറ്റുന്നതിനിടയിൽ സുർജിത്ത് അയ്യപ്പത്തിനും അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ആളുകൾ മാറി നിൽക്കണം എന്ന് രക്ഷാസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൂരൽമല ഭാഗത്താണ്, ഈ പുഴയിലാണ് വെള്ളം പെട്ടെന്ന് കുതിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഹാഷ്മി താജ് ഇബ്രാഹിം, വളരെ സങ്കടപ്പെടുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി. SK അതിഭീകരമായ വാർത്തകളുടെ കുത്തൊരുക്കുള്ള സമയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉരുൾപൊട്ടലാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സുർജിത്ത് അടക്കമുള്ള സംഘം അവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളുടെ ആളുകൾ ആശങ്കകളുടെ ഈ നദിയുടെ തീരം നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്രമാതീതമായ രീതിയിൽ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എവിടെയോ വീണ്ടും ഉരുൾപൊട്ടിയാലല്ലാതെ അത്രത്തോളം വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവില്ല എന്നതാണ് പറയാൻ വരുന്നത്. രക്ഷാപ്രവർത്തകർ വലിയ ആശങ്കയിൽ NDRF സംഘമൊക്കെ അവിടെയുണ്ട്. SK ഈ മുണ്ടക്കൈ മേഖലയിൽ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ മുണ്ടക്കൈ അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ ഒരുപക്ഷെ സ്ഫോടനാത്മകം എന്നൊക്കെ പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ് മുണ്ടക്കൈ ഉള്ളത്. SK അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴും കാര്യമായി എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടൽ, വീണ്ടും മലവെള്ളപ്പാച്ചിൽ. ഈ മുണ്ടക്കൈ പുഴയിലൂടെ ഒരു ചെറു സംഘം NDRF അങ്ങോട്ടേക്ക് എത്തിയതേ ഉള്ളൂ. ആ മുണ്ടക്കൈ പുഴ ഒരു രക്ഷാ കവാടമാകുമെന്ന് കരുതിയതാണ്. പക്ഷേ അപ്പോഴേക്ക് മുണ്ടക്കൈ പുഴയിലേക്ക് വീണ്ടും ഉരുൾപൊട്ടി ഇറങ്ങി മലവെള്ളപ്പാച്ചിലിൽ ഒരുപാട് വെള്ളം ഒഴുകി വരുന്നു. ഇനി അങ്ങോട്ട് മുണ്ടക്കൈ പുഴയിലൂടെ അങ്ങോട്ടേക്ക് NDRF സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ എത്തൽ അസാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാലം നിർമ്മാണം ഏതാണ്ട് പകുതി വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതും അതീവ ദുഷ്കരമാകുന്നു. SK ഏറ്റവും സങ്കടകരമായ കാര്യം, മുണ്ടക്കൈയുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല. അവിടുത്തെ പ്രദേശവാസി ഒരാൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 75 പേരെങ്കിലും മുണ്ടക്കൈയിൽ മാത്രം കാണാനില്ല എന്ന് പറയുകയാണ്. 75 പേരെ മാത്രം മുണ്ടക്കൈയിൽ മാത്രം കാണാനില്ല എന്ന് പറയുന്നു. 250 പേർ ഒരു ബംഗ്ലാവിൽ, 200 പേർ മറ്റൊരു ട്രീവാലി റിസോർട്ടിൽ, 200-ലധികം പേർ വേറൊരു കുന്നിൻ മുകളിൽ. അവരിൽ പലർക്കും പരിക്കേറ്റവരാണ്. അവർ ആരോഗ്യത്തിൽ വളരെ മോശമായവരാണ്. അവരെ എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നം അവിടെ വല്ലാത്ത അവസ്ഥയും. SK നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കണക്ക് പ്രകാരം ഈ 76 മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അഭ്യൂഹം പറയുന്നതല്ല, ഏതെങ്കിലും തരത്തിൽ സൂചന പറയുന്നതല്ല. SK നമ്മൾ കൃത്യമായ ആശുപത്രിയിലെ കണക്കാണ്. അതിൽ മേപ്പാടി CHൽ മാത്രം 42 മൃതദേഹങ്ങളുണ്ട്. അതിൽ 24 പേരെ തിരിച്ചറിഞ്ഞു. വൈത്തിരി ആശുപത്രി ഒരാളാണ്. ഒരു നിമിഷം ഹാഷ്മി, യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൈ പുഴയിൽ മലവെള്ളം കുത്തി ഒലിച്ചു വന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് സംശയിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഇതേ പ്രദേശത്ത് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീകാന്തുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ടെലിഫോണിൽ. ശ്രീകാന്ത്, ഈ ശരിക്കും അവിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത വന്നതിന് സ്ഥിരീകരണമുണ്ടോ? നിലവിലിപ്പോൾ ഉരുൾപൊട്ടലായി അത് കണക്കാക്കാൻ സാധിക്കില്ല. ജലനിരപ്പ് ചെറുതായി ഉയർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ ആപത്തുണ്ടാക്കുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, വെള്ളം കലങ്ങി വരുന്നുണ്ട്. നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ ജലം ഉയർന്നിട്ടുണ്ട്. നദിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ, ഈ പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തകരുണ്ട്. അവരോടൊക്കെ ഓടി മാറാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തു നിന്നും. കാരണം ഏത് നിമിഷവും വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒഴുക്ക് ശക്തമായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് രൂപപ്പെട്ട നദിയിൽ. അതിനാൽ തന്നെ ഏത് നിമിഷവും വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതിന് സ്ഥിരീകരണമില്ല. പക്ഷേ വീണ്ടും ഈ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതിനാലാണ് ഈ ഉൾമേഖലകളിൽ ഒരുപക്ഷെ നിലവിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിലടക്കം വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നിലവിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിൽ സ്ഥിരീകരണമില്ല. പക്ഷേ കൂടുതൽ വെള്ളം കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നുണ്ട്. ഓക്കെ,
നമുക്കിപ്പം ചേർന്ന ശ്രീകാന്താണ്. യഥാർത്ഥത്തിൽ നദിയിൽ ജലനിരപ്പ് ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഇത് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയും ഈ മലവെള്ളം കുതിച്ചെത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെ എവിടെയോ ഉരുൾപൊട്ടിയതാണോ എന്നുള്ള സംശയം രേഖപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അഭിജിത്ത് മുഴക്കുന്നുകൂടി ഈ പ്രദേശത്തുണ്ട്. ഈ അഭിജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? കാര്യം ഇപ്പോൾ തന്നെ ദുരന്തത്തിൽ 76 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി മരണം താങ്ങാനുള്ള കരുത്ത് നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ നടുങ്ങി നിൽക്കുകയാണ് ഈ അപകടത്തിൽ. പറയൂ. SKN ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഏറ്റവും ഒടുവിലെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത്. അവിടെ വലിയ രീതിയിൽ ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കിന്, ചൂരൽമല പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നിലവിലൊരു സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ രീതിയിൽ വെള്ളം കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. നമ്മളെ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ സംഘം, രക്ഷാപ്രവർത്തനത്തിൽ പോകുന്ന സംഘം, NDRF-ഉം സൈന്യം ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. അവർ നിലവിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തെ തന്നെ ദുഷ്കരമാക്കുന്ന രീതിയിൽ ചൂരൽമലയിലെ പുഴയിലെ വെള്ളം ആ രീതിയിൽ കുത്തിയൊലിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. അവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്ത്, അതായത് ചൂരൽമലയ്ക്കപ്പുറത്ത് മുണ്ടക്കൈയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ആ ചൂരൽമലയ്ക്കപ്പുറം കടന്നു കിട്ടാനുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിൽ തന്നെയാണ് നിലവിൽ ഈ രക്ഷാസംഘമുള്ളത്, രക്ഷാസേനയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ ആ ഭാഗത്ത്, അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു കാര്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു മദ്രസയിലേക്ക് 4ഓളം മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ അത് തന്നെയാണ് നിലവിലുള്ളത്. ആശങ്കയുണ്ടാക്കുന്ന, നൊമ്പരമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും നിലവിൽ വരുന്നത്. അതിൽ കാഠിന്യമേറ്റിക്കൊണ്ടാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം, ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് നിലവിൽ സേനയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അതിൽ നിലവിൽ ഒരു വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ ഈ കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിക്കുന്ന പുഴയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ രീതിയിൽ വളരെ രൗദ്രഭാവം പൂണ്ട് ഈ ചൂരൽമല പിന്നെയും കുത്തിയൊലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിൽ കാണാനായി സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മലയിൽ വീണ്ടും ഉരുൾപൊട്ടിയോ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഏതായാലും നമ്മൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് നിലവിൽ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്.